ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചക്കക്കുരു കൊണ്ടുള്ള രുചികരമായ പായസമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയതെന്ന് പറയത്തേയില്ല, അത്രയ്ക്ക് രുചികരമായ ഒന്നാണ്. കടലപ്രഥമനെ വെല്ലുന്ന രീതിയിൽ രുചിയുള്ള ഒരു പായസമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ തൊലിയോട് കൂടി ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ചക്കക്കുരു തൊലി കളഞ്ഞ ശേഷം വേവിച്ചും എടുക്കാവുന്നതാണ്. അടുത്തതായി നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കാഷ്യൂനട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോഴേക്കും 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ നന്നായി തിളച്ച് വരട്ടെ. പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ചവ്വരി കഴുകിയതിട്ട് കൊടുക്കാം. ഇവിടെ 50 ഗ്രാം ചവ്വരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായി കുതിർത്തെടുത്ത ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും. അടുത്തതായി നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചക്കക്കുരു നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചക്കക്കുരുവിൻ്റെ കട്ടകൾ ഉടച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചക്കക്കുരുവും ചവ്വരിയും ഈ പാലിൽ കിടന്ന് നന്നായി വെന്ത് വരട്ടെ. ഇവ വെന്ത് കുറുകി വരുമ്പോഴേക്കും ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ശർക്കരപ്പാനിയും നന്നായി കുറുകി വരട്ടെ. പായസം നന്നായി കുറുകി വെന്ത് വരുന്നുണ്ട്. 5 മിനിറ്റ് സമയം കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ചവ്വരി നന്നായി വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇവ ഏകദേശമായി വരുമ്പോഴേക്കും വെന്ത് കുറുകി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. രുചികരമായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.